friends, welcome back to my channel, your online teacher. Economics in 8 മാർക്കിന് ഷുവറായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വാരിയർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം കേട്ടോ. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, ഇംഗ്ലീഷ് 4 വിഷയങ്ങൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. സോ explain the policy tools to control money supply in India. ഇന്ത്യയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ RBI യൂസ് ചെയ്യുന്ന മോണിറ്ററി ടൂൾസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ്. ഒന്നാമത്തേത് ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് RBI ലോൺ കൊടുക്കുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ്. അപ്പോൾ ബാങ്ക് റേറ്റ് കൂടുതലാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യില്ല, ഒരുപാട് ലോൺ RBIയുടെ അടുത്തുനിന്ന് എടുക്കാതെ അവരെപ്പോഴും റിസർവ് കീപ്പ് ചെയ്യും, പബ്ലിക്കിന് ലോൺ കൊടുക്കുന്നത് കുറയ്ക്കും, അങ്ങനെ മണി സപ്ലൈ കുറയും. അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതായത് ഇപ്പോൾ മണി സപ്ലൈ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷനിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കും, സിറ്റുവേഷൻ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. പിന്നെ ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ചാൽ ഈ ബാങ്കുകളുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് RBIയുടെ അടുത്ത് റിസർവ് ആക്കി വെക്കണം എന്നുണ്ട്. അപ്പോൾ മണി സപ്ലൈ കുറയ്ക്കാനാണ് RBI ഉദ്ദേശിക്കുന്നതെങ്കിൽ RBI ഈ ക്യാഷ് റിസർവ് റേഷ്യോ ആയാലും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയ്ക്ക് ആണെങ്കിലും RBI എന്ത് ചെയ്യും, അതൊക്കെ കൂട്ടുമ്പോൾ എന്താണ്, കുറേ പണം RBIയുടെ അടുത്ത് വയ്ക്കണം. ബാങ്കുകളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടാവുള്ളൂ, അപ്പോൾ കുറച്ചേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. അതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്. ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് ക്രെഡിറ്റ് റേഷനിങ്. ക്രെഡിറ്റ് റേഷനിങ് എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട ബാങ്കുകൾ ലോൺ കൊടുക്കുമല്ലോ, അഗ്രികൾച്ചറിന് കൊടുക്കും, ലാൻഡ് വാങ്ങിക്കാൻ കൊടുക്കും, ഹൗസിങ്ങിന് കൊടുക്കുമല്ലോ, ഓരോന്നിനും എത്ര കൊടുക്കേണ്ടതെന്ന് RBI പറയും. റേഷൻ കണക്കാണ് പറയും, അത്രയേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ മാർജിൻ റിക്വയർമെൻറ്റ്, ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിന് 10 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമായിരിക്കും. ബാങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ലോൺ ചോദിക്കുമ്പോൾ നമുക്ക് 8 ലക്ഷം കിട്ടുന്നിടത്തിൽ ബാങ്ക് ചിലപ്പോൾ 6 ലക്ഷമൊക്കെ തരുള്ളൂ. അതായത് മാർജിനോട് അവർ കയറ്റി വയ്ക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പണം കിട്ടുള്ളൂ, അപ്പോൾ എക്കോണമിയിലേക്ക് കുറച്ച് പണം ഇറങ്ങി ചെല്ലുള്ളൂ. അപ്പോൾ അങ്ങനെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില സർട്ടൻ സെക്ടേഴ്സിന് കൊടുക്കരുതെന്ന് പറയും, അല്ലെങ്കിൽ കൂടുതൽ ലോൺ കൊടുക്കാൻ പറയും. അഗ്രികൾച്ചർ സെക്ടറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോൺ കൊടുക്കാനൊക്കെ RBI മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ നിർദ്ദേശിക്കാറുണ്ട്. പിന്നെ മോറൽ സുവേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രയോറിറ്റി സെക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് മാത്രം നിങ്ങൾ കൂടുതൽ കൊടുക്കൂ, അല്ലാത്തവർക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഡയറക്റ്റ് ആക്ഷൻ, RBI പറയുന്ന രീതിക്ക് കാര്യങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നേരിട്ട് അവർക്കെതിരെ നടപടികൾ എടുക്കും, നിയമ നടപടികളൊക്കെ എടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ടൂൾസ് വെച്ചിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്, എക്കോണമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. 8 മാർക്കിന് വരാകുന്ന ഒരു തിയറി ക്വസ്റ്റ്യനാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്